ശ്രീനഗറിൽ നിന്നും അതിരാവിലെ പുറപ്പെട്ട് ഏതാണ്ട് 3 മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ പഹൽഗാം എന്ന അതിമനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വഴിയിലുടനീളം അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാശ്മീരിൻ്റെ മനോഹരിത, പച്ചപ്പ്, പ്രകൃതി ഭംഗി എല്ലാം വഴിയിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനെ അതിമനോഹരമായ യാത്രയ്ക്കൊടുവിൽ പഹൽഗാം എന്ന സ്വർഗതുല്യമായ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. പഹൽഗാം എന്നതിന് അർത്ഥം ഇടയന്മാരുടെ താഴ്വര എന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ്. ലീഡർ നദിയുടെ തീരത്തുള്ള മനോഹരമായ ഈ സ്ഥലം അമർനാഥ് യാത്രയുടെ പ്രധാന കവാടം കൂടിയാണ്. ബൈസരൺ, ബെതാബ് വാലി, അരു വാലി എന്നീ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളാണ് ഈ പഹൽഗാമിനെ പ്രസിദ്ധമാക്കുന്നത്. കാശ്മീരിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ പഹൽഗാമിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരികവും മതപരവുമായ ചരിത്രമുണ്ട്. പഹൽഗാം എന്ന വാക്ക് കാശ്മീരി ഭാഷയിൽ നിന്നാണ് വന്നത്. പഹൽ എന്നാൽ ഇടയൻ എന്നും ഗാം എന്നാൽ ഗ്രാമം എന്നുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇതിനെ ഇടയന്മാരുടെ ഗ്രാമം എന്ന് വിളിക്കുന്നു. പണ്ടുകാലം മുതൽക്കേ നാടോടികളായ ഇടയന്മാർ തങ്ങളുടെ ആടുകളെ മേയ്ക്കാൻ എത്തിയിരുന്ന ഇടമായിരുന്നു ഇത്. പഹൽഗാമിൻ്റെ ചരിത്രം ഹൈന്ദവ വിശ്വാസങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന കാലം മുതൽക്കേ അമർനാഥ് തീർത്ഥാടനത്തിൻ്റെ പ്രധാന കവാടമായിരുന്നു ഈ സ്ഥലം. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ശിവൻ പാർവതി ദേവിക്ക് അമരത്വത്തിൻ്റെ രഹസ്യം പറഞ്ഞുകൊടുക്കാൻ അമർനാഥ് ഗുഹയിലേക്ക് പോയപ്പോൾ തൻ്റെ നന്ദികേശനെ ഉപേക്ഷിച്ചത് പഹൽഗാമിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബെയിൽഗാം എന്ന പേരിൽ നിന്നും പഹൽഗാം വന്നതായും പറയപ്പെടുന്നു. മുഗൾ ചക്രവർത്തിമാർ കാശ്മീരിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായപ്പോൾ പഹൽഗാമും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാശ്മീരിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അവർ പഹൽഗാമിനെ ഒരു വിശ്രമ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു എന്നതാണ് ചരിത്രം. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പഹൽഗാം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നത്. വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പഹൽഗാമിനെ തണുത്ത കാലാവസ്ഥ തിരഞ്ഞെടുത്തിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പഹൽഗാം ലോകപ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. 1983 പുറത്തിറങ്ങിയ ബെതാബ് എന്ന ബോളിവുഡ് സിനിമയുടെ ചിത്രീകരണം ഇവിടെ നടന്നതോടെ ഇവിടുത്തെ ഒരു താഴ്വരയ്ക്ക് ബെതാബ് വാലി എന്ന പേര് ലഭിച്ചു. ഇത് പഹൽഗാമിനെ സഞ്ചാരികൾക്കിടയിൽ കൂടുതൽ ജനപ്രിയമാക്കി. പണ്ട് ഒരു ചെറിയ ഇടയഗ്രാമമായിരുന്ന പഹൽഗാം ഇന്ന് പ്രകൃതി ഭംഗി കൊണ്ടും സാഹസിക വിനോദങ്ങൾ കൊണ്ടും തീർത്ഥാടന പ്രാധാന്യം കൊണ്ടും ലോക ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. പഹൽഗാമിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് അരു വാലി. പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരിയേറെ വാചാലമായി സംസാരിക്കാനുണ്ട്. പഹൽഗാമിലെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ അരു വാലി. മഞ്ഞുമൂടിയ മലനിരകളും പച്ചപ്പാർന്ന പുൽമേടുകളും പൈൻ മരങ്ങളും നിറഞ്ഞതാണ് അരു വാലി. ഇവിടുത്തെ ശാന്തമായ ഈ അന്തരീക്ഷം സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നുണ്ട്. ലീഡർ നദിയുടെ ഒരു പോഷക നദി ഈ താഴ്വരയിലൂടെ ഒഴുകുന്നുണ്ട്. ഇത് ഈ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ സ്വർഗം കൂടിയാണ് ഈ അരു വാലി. കൊലഹോയ് ഗ്ലേസിയർ എന്നിവിടങ്ങളിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. കുതിരസവാരി, ക്യാമ്പിംഗ്, പാരാഗ്ലൈഡിംഗ് എന്നിവയ്ക്കും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞുകാലത്ത് ഒരു സ്കീയിങ് കേന്ദ്രമായി ഇത് മാറാറുണ്ട്. പഹൽഗാം ടൗണിൽ നിന്ന് ടാക്സി വഴിയോ കാൽനടയായോ അരു വാലിയിൽ എത്തിച്ചേരാവുന്നതാണ്. ഇടുങ്ങിയതും എന്നാൽ മനോഹരവുമായ റോഡിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്
ഓരോ യാത്രികനും നൽകുന്നത്. അരു വാലിയും സിനിമയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. പഹൽഗാമിലെ മനോഹരമായ ഈ പ്രദേശം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമാ സംവിധായകരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നുകൂടിയാണ്. കാശ്മീരിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒട്ടുമിക്ക പ്രണയ ചിത്രങ്ങളിലും അരു വാലി ഇടം പിടിക്കാറുണ്ട്. ഇവിടുത്തെ പച്ചപ്പും മഞ്ഞും മൂടിയ മലനിരകളും സിനിമകൾക്ക് വലിയ ദൃശ്യഭംഗി നൽകാറുമുണ്ട്. നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ഹൈവേ ആണ്. ആലിയ ഭട്ട് അഭിനയിച്ച ഈ സിനിമയിലെ പ്രധാനപ്പെട്ട പല രംഗങ്ങളും അരു വാലിയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മലനിരകളും പ്രകൃതിയും ആ സിനിമയുടെ ആത്മാവായി നിലകൊള്ളുന്നു. ഷാഹിദ് കപൂർ നായകനായ ഹൈദർ എന്ന ചിത്രത്തിലെ ചില ഭാഗങ്ങളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ജബ് തക് ഹൈ ജാൻ ഷാരൂഖ് ഖാൻ അഭിനയിച്ച ചിത്രത്തിലെ പല മനോഹരമായ ദൃശ്യങ്ങളും പഹൽഗാമിലെയും അരു വാലിയിലെയും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ളതാണ്. ബോളിവുഡ് മാത്രമല്ല, തെന്നിന്ത്യൻ സിനിമകളും അതായത് മലയാളം ഉൾപ്പെടെ കാശ്മീരിൽ ഷൂട്ടിംഗ് നടത്തുമ്പോൾ അരു വാലി ഒരു പ്രധാന ലൊക്കേഷനായി തിരഞ്ഞെടുക്കാറുണ്ട്. അരു വാലിയിലെ ചെറിയ വീടുകളും അവിടുത്തെ ഗ്രാമീണ ജീവിതവും സിനിമകളിൽ മനോഹരമായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. ഇങ്ങനെ അരു വാലിയിലെത്തിയ സഹയാത്രികരിൽ പലരും അരു വാലിയിൽ തങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത്. ഏവരും സന്തോഷത്താൽ തിമർക്കുകയാണ്. പ്രകൃതി ഭംഗിയുടെ മടിത്തട്ടിൽ തങ്ങളുടെ കഴിവുകൾ ഓരോന്നായി പ്രകടിപ്പിക്കുകയാണ്. ഇങ്ങനെ അരു വാലിയുടെ മനോഹരമായ കാഴ്ചകളും കണ്ട് ബെതാബ് വാലിയിലേക്ക് ഇപ്പോൾ നാം പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴും എൻ്റെ മനസ്സ് അരു വാലിയെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പല വിനോദസഞ്ചാരികളും അരു വാലിയിൽ എത്തുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട സിനിമകളിലെ രംഗങ്ങൾ കണ്ട സ്ഥലങ്ങൾ നേരിട്ട് കാണാനാണ്. സിനിമയിലൂടെ ലഭിച്ച പ്രശസ്തി ഈ ഗ്രാമത്തിൻ്റെ ടൂറിസം വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സിനിമയിലെ ഒരു സ്വപ്ന ലോകം പോലെ തോന്നിക്കുന്ന അരു വാലി ക്യാമറ കണ്ണുകൾക്ക് എക്കാലവും പ്രിയപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ്. അരു വാലിയുടെ മറ്റൊരു പ്രത്യേകത അമർനാഥ് ഗുഹയിലേക്കുള്ള പരമ്പരാഗത പാത ചന്ദൻവാരി വഴിയാണെങ്കിലും സാഹസികരായ തീർത്ഥാടകരും ട്രെക്കിംഗ് പ്രേമികളും ചിലപ്പോൾ അരു വാലി വഴി പോകാറുണ്ട്. അരു വാലിയിൽ നിന്ന് ആരംഭിച്ച് മനോഹരമായ തടാകങ്ങളും മലനിരകളും പിന്നിട്ട് അമർനാഥിലേക്ക് എത്താൻ സാധിക്കുന്ന ദുർഘടവും എന്നാൽ മനോഹരവുമായ വഴികളുണ്ട്. പഹൽഗാമാണ് അമർനാഥ് യാത്രയുടെ പ്രധാന ബേസ് ക്യാമ്പ്. പഹൽഗാമിൽ നിന്ന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ തീർത്ഥാടനത്തിനായി എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ മാനസികമായ സമാധാനത്തിനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനുമായി അരു വാലി സന്ദർശിക്കാറുണ്ട്. യാത്രയുടെ തിരക്കുകളിൽ നിന്ന് മാറി വിശ്രമിക്കാൻ അനുയോജ്യമായ സ്ഥലം കൂടിയാണ് ഈ അരു വാലി. ഇങ്ങനെ നാം ബസ്സിലിരുന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ബെതാബ് വാലിയെ ലക്ഷ്യമാക്കി. പണ്ടുകാലത്ത് സ്ഥിരമായ റോഡുകൾ ഇല്ലാതിരുന്ന സമയത്ത് ഇടയന്മാരും പ്രദേശവാസികളും അരു വാലിക്ക് ചുറ്റുമുള്ള മലനിരകളിലൂടെ അമർനാഥ് ഭാഗത്തേക്ക് സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഇന്നും ഈ ഭാഗത്തെ മൗണ്ടനിയറിംഗ് റൂട്ടുകൾ അമർനാഥ് മലനിരകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അമർനാഥ് യാത്ര നടക്കുമ്പോൾ അരു വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കാലാവസ്ഥ വളരെ പ്രധാനമാണ്. അരു വാലിയിലെ കാറ്റും മഴയും മഞ്ഞുവീഴ്ചയും തീർത്ഥാടന പാതയിലെ സുരക്ഷയെ ബാധിക്കാറുണ്ട്. അതിനാൽ തീർത്ഥാടന സമയത്ത് ഈ ഭാഗത്തും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സൈന്യത്തിൻ്റെയും നിരീക്ഷണം ഉറപ്പാക്കാറുണ്ട്. അരു വാലിയിൽ നിന്നാണ് പ്രശസ്തമായ കൊലഹോയ് ഗ്ലേസിയറിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഈ ഗ്ലേസിയർ അമർനാഥ് സ്ഥിതി ചെയ്യുന്ന അതേ ഹിമാലയൻ നിരകളുടെ ഭാഗം കൂടിയാണ്. ഈ മഞ്ഞുമലകളിൽ നിന്നുള്ള ലഡർ നദിയിലൂടെ ഒഴുകി തീർത്ഥാടകർക്ക് പുണ്യസ്നാനത്തിന് സൗകര്യമൊരുക്കുന്നത്. ചുരുക്കത്തിൽ അമർനാഥ് യാത്രയുടെ ഔദ്യോഗിക പാതയല്ലെങ്കിലും ആത്മീയവും ഭൂമിശാസ്ത്രപരവുമായ പഹൽഗാമിലെ ഈ താഴ്വര തീർത്ഥാടനവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒന്നുകൂടിയാണ്. ഇങ്ങനെ പഹൽഗാമിനെ പറ്റിയും അരു താഴ്വരയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും
ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന ബസ് ബെതാബ് വാലിയെ ലക്ഷ്യമാക്കി ഇടുങ്ങിയ വഴിയിലൂടെ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളും പ്രദാനം ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുദീർഘമായ ഒരു യാത്രയ്ക്കൊടുവിൽ നാം ഇപ്പോൾ ബെതാബ് വാലി എന്ന അതിമനോഹരമായ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. പഹൽഗാമിലെ അതിമനോഹരമായ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബെതാബ് വാലി. പഹൽഗാം ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ ഹഗൂൺ താഴ്വര എന്ന് അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. 1983 സണ്ണി ഡിയോളും അമൃത സിംഗും അഭിനയിച്ച ബെതാബ് എന്ന സൂപ്പർ ഹിറ്റ് ബോളിവുഡ് സിനിമ ചിത്രീകരിച്ചത് ഇവിടെയായിരുന്നു. ഈ സിനിമയുടെ വൻ വിജയത്തിന് ശേഷമാണ് ഈ താഴ്വരയ്ക്ക് ബെതാബ് വാലി എന്ന പേര് ലഭിച്ചത്. സിനിമയിലെ പ്രകൃതി ഭംഗി കണ്ട് ആകൃഷ്ടരായ സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിത്തുടങ്ങിയത് അങ്ങനെയാണ്. മനോഹരമായി ഒഴുകുന്ന ലീഡർ നദിയുടെ തീരത്താണ് ഈ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. നദിയിലെ തെളിനീരും ചുറ്റുമുള്ള പച്ചപ്പും സഞ്ചാരികൾക്ക് വല്ലാത്തൊരു സ്വർഗാനുഭൂതി നൽകുന്നുണ്ട്. പൈൻ, ദേവദാരു മരങ്ങൾ നിറഞ്ഞ വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്രദേശം. കുടുംബവുമായി എത്തുന്നവർക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയ വിശാലമായ പുൽമേടുകൾ ഇവിടെയുണ്ട്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം ഒരു സ്വർഗമാണ്. വേനൽക്കാലത്ത് പോലും ഇവിടെ സുഖകരമായ തണുപ്പാണ് അനുഭവപ്പെടാറുള്ളത്. മഞ്ഞുകാലത്ത് താഴ്വര പൂർണ്ണമായും മഞ്ഞിൽ പുതഞ്ഞു കിടക്കും. അമർനാഥ് തീർത്ഥാടനത്തിൻ്റെ പാതയിലുള്ള ചന്ദൻവാരിയിലേക്കുള്ള വഴിയിലാണ് ബെതാബ് വാലി സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ ഇവിടം സന്ദർശിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ബെതാബ് വാലിയിൽ പ്രവേശിക്കാൻ ചെറിയൊരു എൻട്രി ഫീ നൽകേണ്ടതുണ്ട്. പഹൽഗാമിൽ നിന്ന് ലോക്കൽ ടാക്സികൾ വഴിയോ എത്താവുന്നതുമാണ്. കാശ്മീരിലെ ടൂറിസത്തിൻ്റെ നെടുന്തൂണുകളിൽ ഒന്നാണ് ഈ ബെതാബ് വാലി. പഹൽഗാം സന്ദർശിക്കുന്ന ഒരു വിനോദസഞ്ചാരിയും ഈ താഴ്വര കാണാതെ മടങ്ങാറില്ല. ബെതാബ് വാലിയും വിനോദസഞ്ചാരവും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിൽ ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുന്നതാണ്. കാശ്മീരിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഈ താഴ്വരയ്ക്ക് അത്രയധികം പ്രാധാന്യം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഇവിടം എന്നതാണ്. മഞ്ഞുമൂടിയ മലനിരകൾ, പച്ച പുതച്ച പുൽമേടുകൾ, ഒഴുകുന്ന ലീഡർ നദി എന്നിവ ഒരു ഫോട്ടോ ഫ്രെയിമിൽ എന്ന പോലെ ഇവിടെ ആസ്വദിക്കാൻ ആകുന്നതാണ്. ബെതാബ് വാലിയുടെ പ്രശസ്തിക്ക് പ്രധാന കാരണം സിനിമകളാണ്. ബെതാബ് എന്ന സിനിമയ്ക്ക് ശേഷം ബജ്രംഗി ഭായിജാൻ പോലുള്ള ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ പാടി അഭിനയിച്ച ലൊക്കേഷനുകൾ നേരിട്ട് കാണുക എന്നത് പല ടൂറിസ്റ്റുകളുടെയും പ്രധാന ലക്ഷ്യം കൂടിയാണ് ഇവിടെ സന്ദർശിക്കുമ്പോൾ. അമർനാഥ് തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് ബെതാബ് വാലി ഒരു വലിയ ആശ്വാസമാണ്. കഠിനമായ യാത്രയ്ക്കിടയിൽ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു ഇടത്താവളമായി ഇത് പ്രവർത്തിക്കുന്നുമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ലൊക്കേഷനുകൾ ഒന്നായതിനാൽ വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കും മറ്റും ഇവിടെ പ്രശസ്തമാണ്. പഹൽഗാം ടൗണിൽ നിന്ന് കുതിരപ്പുറത്ത് താഴ്വര കാണാൻ പോകുന്നത് സഞ്ചാരികൾക്ക് വലിയ ആവേശം നൽകുന്ന ഒരു ഐറ്റമാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മലനിരകളിലേക്ക് ട്രെക്കിംഗ് നടത്താനും രാത്രിയിൽ ക്യാമ്പ് ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട്. വിനോദസഞ്ചാരം ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ്. ടാക്സി ഡ്രൈവർമാർ, കുതിരസവാരിക്കാർ, പ്രാദേശിക ഹോട്ടൽ ഉടമകൾ എന്നിവർക്കെല്ലാം ബെതാബ് വാലിയിലെ ടൂറിസം വലിയ തൊഴിലവസരങ്ങളാണ് നൽകുന്നത്. താഴ്വരയുടെ പരിപാലനത്തിനായി വനം വകുപ്പ് ചെറിയൊരു തുക എൻട്രി ഫീസായി ഇവിടെ ഈടാക്കുന്നുണ്ട്. പണ്ട് ഇവിടെ കച്ചവടക്കാർ കുറവായിരുന്നെങ്കിലും ഇന്ന് സഞ്ചാരികൾക്കായി ചെറിയ കഫേകളും ലഘുഭക്ഷണശാലകളും സുലഭമായി ലഭ്യമാണ്.
പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഇവിടെ കർശനമായും നിരോധിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും മനോഹരമായ ഭംഗി കൊണ്ട് നിറഞ്ഞ ബേതാബ് വാലി സന്ദർശിക്കുക എന്നത് ഒരു വലിയ ആനന്ദം നൽകുന്ന കാര്യം കൂടിയാണ്. പഹൽഗാമിലെ വിനോദസഞ്ചാരത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് അവിടുത്തെ അതിമനോഹരമായ ആപ്പിൾ തോട്ടങ്ങൾ. കാശ്മീരിലെ ഏറ്റവും ഗുണമേന്മയുള്ള ആപ്പിൾ വിളയുന്ന ഇടങ്ങളിൽ ഒന്നാണ് പഹൽഗാം. പഹൽഗാമിലേക്കുള്ള യാത്രയിൽ റോഡിന് ഇരുവശത്തുമായി കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സീസൺ സമയത്ത് മരങ്ങൾ നിറയെ ചുവന്ന തുടുത്ത് നിൽക്കുന്ന ആപ്പിൾ കാണുന്നത് സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക അനുഭവം കൂടിയാണ്. പച്ചപ്പും മഞ്ഞുമൂടിയ മലനിരകളും പശ്ചാത്തലമായി വരുമ്പോൾ ഈ തോട്ടങ്ങൾ ഒരു പെയിൻറ്റിംഗ് പോലെ മനോഹരമായി തോന്നും. പഹൽഗാം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ, നവംബർ മാസങ്ങളാണ്. ഈ സമയത്താണ് ആപ്പിൾ പാകമാകുന്നത്. സെപ്റ്റംബർ അവസാനം മുതൽ വിളവെടുപ്പ് ആരംഭിക്കും. ഈ സമയത്ത് പോയാൽ തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് ആപ്പിൾ പറിക്കുന്നത് കാണാനും അവയുടെ രുചി ആസ്വദിക്കാനും സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. പല തോട്ടങ്ങളും സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാറുണ്ട്. സന്ദർശകർക്ക് തോട്ടങ്ങളിലൂടെ നടക്കാനും ഫോട്ടോകൾ എടുക്കാനും അനുവാദവും ഉണ്ടാകും. തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് ഫ്രഷ് ആപ്പിളുകൾ, ആപ്പിൾ ജ്യൂസും വാങ്ങാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കാറുണ്ട്. ലോകപ്രശസ്തമായ അംബ്രി ഡെലീഷ്യസ് തുടങ്ങിയ ഇനം ആപ്പിൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മണ്ണും തണുത്ത കാലാവസ്ഥയുമാണ് ആപ്പിളിന് ഇത്രയധികം രുചിയും മണവും നൽകുന്നത്. ടൂറിസം കഴിഞ്ഞാൽ പഹൽഗാമിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം ആപ്പിൾ കൃഷിയാണ്. ഇവിടെ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും വിദേശത്തേക്കും ആപ്പിൾ കയറ്റുമതി ചെയ്യാറുമുണ്ട്. പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്കോ അനന്തനാഗിലേക്കോ പോകുന്ന വഴിയിലാണ് ഏറ്റവും വലിയ തോട്ടങ്ങൾ കാണാൻ കഴിയുക. യാത്രക്കിടയിൽ വണ്ടി നിർത്തി ഈ തോട്ടങ്ങൾ സന്ദർശിക്കുന്നത് യാത്രികർക്ക് കൂടുതൽ സന്തോഷവും യാത്രയ്ക്ക് കൂടുതൽ നിറവും പകരുന്ന ഒന്നുകൂടിയാണ്. ഇങ്ങനെ അരുവാലിയിലെ മനോഹരമായ കാഴ്ചകളും ഈ വഴിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ ലഭിക്കുന്ന കുങ്കുമം പൂ പാടങ്ങളും ട്രൗട്ട് ഫിഷിങ്ങും ട്രെക്കിങ്ങും കുതിരസവാരിയും ഒക്കെ കൊണ്ട് ഈ പഹൽഗാം യാത്ര അതിമനോഹരവും സാഹസികവും സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ്. ഒപ്പം ഇവിടുത്തെ ട്രൗട്ട് ഫിഷിംഗ് മറ്റൊരു വിനോദമാണ് യാത്രികരെ ആകർഷിക്കുന്നത്. കാശ്മീരിലെ ഏറ്റവും പ്രിയപ്പെട്ട സാഹസ വിനോദങ്ങളിൽ ഒന്നുകൂടിയാണ് ട്രൗട്ട് ഫിഷിംഗ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് കാശ്മീരിലെ നദികളിൽ ട്രൗട്ട് ഇനം മത്സ്യങ്ങളെ അവതരിപ്പിച്ചത്. ഇന്ന് പഹൽഗാം ഏഷ്യയിലെ തന്നെ മികച്ച ട്രൗട്ട് ഫിഷിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. ഇങ്ങനെ അതിമനോഹരമായ കാഴ്ചകളും സാഹസികത നിറഞ്ഞ ട്രെക്കിങ്ങും കുതിരസവാരിയും ഒക്കെ കണ്ടും ആസ്വദിച്ചും അവയിൽ പങ്കെടുത്തും അരുവാലിയും ഒപ്പം ബേതാബ് വാലിയും കാണുകയും മനോഹരമായ ഒത്തിരിയേറെ ഫോട്ടോകളും വീഡിയോകളും എടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നിറഞ്ഞ മനസ്സോടും ഒത്തിരിയേറെ സന്തോഷത്തോടും കൂടി സഹയാത്രികർക്കൊപ്പം ഞാനും മടങ്ങുകയാണ്.